മത്തി അടുക്കി പറ്റിച്ചത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ആ സാധനം. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനിന്റെ വിഭവം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് മത്തി അടുക്കി പറ്റിച്ചതാണ്. കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. നമുക്കിതിന് മസാലയ്ക്കായിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതിനോടൊപ്പം കുറച്ച് കുരുമുളകും, കാന്താരി, പിന്നീട് കാശ്മീരി ചില്ലി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇതൊന്ന് ചതച്ചെടുക്കണം. കാന്താരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നോർമലായിട്ടുള്ള റെഡ് ചില്ലീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ മീൻ കണ്ടോ നമ്മളൊന്ന് വരഞ്ഞു വെക്കണം. ഇനി അതിന് ശേഷം തയ്യാറാക്കുന്ന ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ, കറിവേപ്പില ഒന്ന് അടുക്കി വെക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, അതൊന്ന് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയർ മത്തി ഒന്ന് അടുക്കി വയ്ക്കണം. പിന്നീട് വീണ്ടും നമ്മൾ ആ മസാല അതിന് മുകളിൽ നിറച്ചതിന് ശേഷം വീണ്ടും അടുത്ത സെറ്റ് മത്തി അതിന് മുകളിലിടുക. പിന്നെയും നമ്മൾ ആ മസാല അതിന് മുകളിലിട്ട് വെക്കുക. അതുകൊണ്ടാണ് ഇത് അടുക്കി പറ്റിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അടുക്കാതെയും പറ്റിക്കുന്ന മത്തിയുണ്ട്, നമുക്കത് അറിയാമല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഇനി അതിലേക്ക് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കായം, അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി, അത് നമ്മുടെ പുളി അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ പിന്നെ അരച്ച് വെച്ച പാത്രത്തിനകത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് അതും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് ചേർത്ത് വല്ലാതെ ഇളക്കരുത്, കാര്യം ഇത് അടുക്കിയതുപോലെ തന്നെ ഇരിക്കണം ഒടുവിൽ. ഇനി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. കളറിനായിട്ടൊരല്പം മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുകയാണ്. നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് അടച്ച് വെച്ചൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി അത് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ കൈയിട്ടൊന്ന് സ്വേൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചുറ്റിക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇനിയും ഇത് ആവി പോകുന്നത് പോലെ അടച്ച് വയ്ക്കുക, കാര്യം നമുക്കതിൻ്റെ വെള്ളം മുഴുവൻ പറ്റണം. ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, നമ്മളിതിനകത്ത് തേങ്ങ ഇടില്ല. പക്ഷേ ഇതിനകത്ത് ചുവന്നുള്ളിയും അതുപോലെ പുളിയും പച്ചക്കറിവേപ്പിലൊക്കെ ചേർത്ത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. പറ്റി വരുമ്പോൾ നമുക്കിതുപോലെ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ അടച്ച് വയ്ക്കണം. ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. നമ്മളുടെ കറി റെഡിയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കമൻസ് പോസ്റ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.